ധന്യ, ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അത് ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ, നേരത്തെ ഈ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വിമർശന വിധേയമായിട്ടുണ്ട്, രാഷ്ട്രീയ ഇടപെടൽ നടത്തുമ്പോഴൊക്കെ. പക്ഷേ നിമിഷപ്രിയയുടെ കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടു, ശിക്ഷാവിധി അത് മരവിപ്പിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നു. പക്ഷേ ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിൻ്റെ ഇടപെടലിലെ അതിൻ്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാന്തപുരം വിമർശിക്കപ്പെടുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? എന്താണ്? ഒന്ന്, കാന്തപുരത്തിന് ആദ്യം ആണി അടിച്ചത് തലാലിന്റെ കുടുംബം തന്നെയാണ്. കാരണം അവർ ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്ന് അവർ കൃത്യമായി നിലപാടെടുക്കുന്നുണ്ട്. തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഞങ്ങൾക്ക് ബ്ലഡ് മണി വേണ്ട, ഞങ്ങളുടെ സഹോദരനെ കൊന്നയാൾക്ക് വധശിക്ഷ, ഇതിലപ്പുറം മറ്റൊന്നിനെ കുറിച്ചും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അപ്പൊ തന്നെ അതിൽ ഏകദേശം തീരുമാനമായി. ഏത് മതപണ്ഡിതൻ ഇടപെട്ടാലും അവർ അക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത്. പിന്നീട് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അതിന് നേതൃത്വം നൽകിയ സാമുവൽ ജെറോം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു നന്ദി പ്രകടനം നടത്തി. ഈ ഞായറാഴ്ചയാണ് ഈ വിധി യമൻ കോടതി പുറപ്പെടുവിച്ചത്. ഞായറാഴ്ച അവധിയായിരുന്നതിനാൽ ഈ വിധി ഇന്നലെയാണ് പുറത്തു വന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ ഈ വിധി പുറത്തു വന്നു. അതിനുശേഷം ഇദ്ദേഹം നന്ദി പ്രകടനം അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഇവർക്കൊക്കെ നന്ദി അറിയിക്കുന്നു. ചാണ്ടി ഉമ്മൻ, ഗവർണർ ആർലേക്കർ, ഇവർക്ക് ഇത്രയും പേർക്ക് നന്ദി അറിയിക്കുന്നു. ഇനി ബ്ലഡ് മണിയും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് സംസാരിക്കണം, ഇനിയും കൂടുതൽ ഇടപെടലുകൾ നിങ്ങൾ നടത്തണം എന്നൊക്കെ പറയും. ഇതിൽ ഒരിടത്ത് പോലും കാന്തപുരത്തിന്റെ പേര് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേതൃത്വം നൽകുന്ന സാമുവൽ ജെറോം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യുന്നത്. അതായത് ഈ സാമുവൽ ജെറോമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണല്ലോ ഇതിനോടകം ഇവരുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഇതിനോടകം പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ, അവര് തന്നെ പറയുകയാണ് ഈ കാന്തപുരത്തിന്റെ പേര് അവര് ഒരു നന്ദി പ്രകടനത്തിലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വാർത്തകൾ വന്നത് ഈ കാന്തപുരം അവിടുത്തെ ഒരു മത നേതാവുമായിട്ട് അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ട്, സൂഫി പണ്ഡിതനുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ആ രീതിയിൽ അദ്ദേഹം ഇടപെടുകയും ഈ തലാലിൻ്റെ കുടുംബത്തെ അവർ നേരത്തെ ചർച്ചകൾക്ക് പോലും വിമുഖത കാട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. ഒരു ചർച്ചയിലേക്ക് അവർ എത്തിക്കാൻ സാധിച്ചു. അത് കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. അവിടെയാണ് ഇനി സാമുവൽ ജെറോം പറയുന്ന കാര്യം. യമനുമായി നയതന്ത്രമില്ലാത്ത രാജ്യമെന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന് ഇതിൽ ഇടപെടാൻ പരിമിതികൾ ഉണ്ടായിരുന്നു. ഇത് കേന്ദ്ര സർക്കാർ കോടതിയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. കോടതി അപ്പോൾ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക, നിമിഷപ്രിയയ്ക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ കോടതി അത് പിന്നെ അതിൻ്റെതായ രീതിക്ക് വിട്ടു. കാരണം കോടതിക്ക് മനസ്സിലായി ഇന്ത്യക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ ഇന്ത്യ അവിടെ നിർത്തിയില്ല. ഇന്ത്യ കോടതിയിൽ പറഞ്ഞു ഞങ്ങൾക്ക് നയതന്ത്ര ബന്ധമില്ല, ഞങ്ങൾക്ക് ഇടപെടുന്നതിൽ പരിധിയുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഇന്ത്യ സൗദി എംബസി വഴി യമനുമായി ബന്ധപ്പെട്ടു എന്നാണ് സാമുവൽ ജെറോം പറയുന്നത്. അതായത് സൗദി എംബസി വഴിയാണ് കേന്ദ്ര സർക്കാർ നടപടികൾ നീക്കിയത്. സൗദിയിൽ നിന്നുള്ള ഷെയ്ഖ് അബ്ദുൾ മാലിക് മെഹയാണ് യമനിലെ സർക്കാർ തലത്തിൽ വലിയ ഇടപെടൽ നടത്തിയത് എന്നാണ് സാമുവൽ പറയുന്നത്. മാത്രമല്ല ഈ നന്ദി പ്രകടനത്തിൽ ഒരു മത നേതാവിന്റെ പേരും പരാമർശിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യൻ എന്ന നിലയിലാണ് താൻ ഈ വിഷയത്തിൽ ഇടപെട്ടതാണ് എന്നാണ് കാന്തപുരം എ.ബി. അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. മനുഷ്യന് വേണ്ടി ഇടപെടണം എന്നാണ് അവിടുത്തെ മതപണ്ഡിതരോടും ആവശ്യപ്പെട്ടത്. ദയാധനം സമാഹരിക്കാനുള്ള ഉത്തരവാദിത്വം ചാണ്ടി ഉമ്മൻ ഏറ്റെടുത്തിട്ടുണ്ട്. വിഷയത്തിൽ തുടർന്ന് ഇടപെടുന്ന കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ കാന്തപുരം അറിയിച്ചിട്ടുണ്ട്. യമൻ ജനതയ്ക്ക് സ്വീകാര്യമായ മുസ്ലിം പണ്ഡിതരെയാണ് താൻ ബന്ധപ്പെട്ടത്. ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്നവരാണ് അവരെന്നുമാണ് കാന്തപുരം പറഞ്ഞത്. കാന്തപുരം ഇടപെട്ടിട്ടുണ്ടാവും, കാരണം അവിടെ ഹൂത്തികളാണ് ഭരിക്കുന്നത്. ഹൂത്തികളുമായുള്ള കാന്തപുരത്തിന്റെ ബന്ധം എന്താണ് എന്നൊക്കെ ഉള്ളത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം. ഇപ്പൊ അതൊന്നും ചർച്ച ചെയ്ത് വിഷയത്തെ വഴിതിരിച്ചു വിടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും അവിടുത്തെ മതപണ്ഡിതരുമായും സൂഫി നേതാക്കളുമായും ഒക്കെ കാന്തപുരത്തിന് ബന്ധമുണ്ട്. ആ ബന്ധം അദ്ദേഹം ഉപയോഗിച്ചത് ഒരുപക്ഷെ ദയാധനം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് നൽകുക എന്നതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇത് ഇന്ത്യ ഇടപെട്ടത് യമനിലെ സർക്കാരുമായിട്ടാണ്. സർക്കാരുമായി ഇടപെട്ട് അവിടെ സൗദി എംബസി വഴി അവിടുത്തെ യമനിലെ സർക്കാരുമായി ഇടപെട്ട് അവിടുത്തെ രാജാവുമായി സംസാരിച്ച് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നിമിഷപ്രിയയ്ക്ക് ഇപ്പോ ഈ നീട്ടിവെക്കൽ, അവർക്ക് മോചനം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഇത് മരവിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ. തലാലിന്റെ കുടുംബം ഇങ്ങനെ നിൽക്കുമ്പോൾ, അതായത്
കൃത്യമായി ആ വിധിരേഖയിൽ പറഞ്ഞിട്ടുണ്ട്. ക്രൂരമായ കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് അത് വാട്ടർ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായി അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് മരവിപ്പിച്ചു. അടുത്ത വിധി എപ്പോഴാണെന്ന് യമൻ സർക്കാർ അറിയിക്കും. അല്ലാതെ ഇത് കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ ഇവർ മാപ്പ് കൊടുക്കുകയോ തലാലിന്റെ കുടുംബം ഇവർക്ക് മാപ്പ് കൊടുത്തിട്ട് ദയാദനം സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ആ കുടുംബം പറയുന്നത് ഞങ്ങൾക്ക് പണം വേണ്ട, ഞങ്ങളുടെ സഹോദരനെ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കൊന്ന ഒരാൾക്ക് വധശിക്ഷ തന്നെ നൽകണം, അതിലപ്പുറത്തിലൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. ഇവർ കണ്ണിന് കണ്ണ് ഇതാണല്ലോ യമനിലെ നിയമം. അപ്പോ കൊല ചെയ്യപ്പെട്ടവരെ ഒരിക്കലും നമുക്ക് വാഴ്ത്തപ്പെട്ടവരാക്കി കാണാൻ പറ്റില്ല. അവർ കൊലപാതകൾ തന്നെയാണ്. അപ്പോ അതുകൊണ്ട് ഇതിപ്പോ ഇന്ത്യയിലാണ് ഇത് നടന്നതെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഈ സ്ത്രീയോടൊപ്പം നിൽക്കുമോ? ഈ പറയുന്ന ഇതൊരു പുരുഷനാണ് ചെയ്തിരുന്നതെങ്കിൽ, ഒരു സ്ത്രീയെ ഇത്ര കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിൽ അടച്ച് കൊന്നു. ഇപ്പൊ തലാൽ എന്ന് പറയുന്നത് നമുക്കറിയില്ല, ഒരു യമൻ പൗരനാണ്, നമ്മൾ അയാളെ കണ്ടിട്ടില്ല, നമുക്ക് അയാളുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒന്നുമില്ല. ആ കുടുംബത്തിനെ കുറിച്ച് നമുക്കറിയില്ല, എവിടെയോ ഇരിക്കുന്ന ഒരു കുടുംബം. പക്ഷേ ഇത് കേരളത്തിലാണ് ഇത് സംഭവിച്ചത് എങ്കിൽ ഈ മാധ്യമങ്ങളൊക്കെ ഈ സ്ത്രീക്ക് വധശിക്ഷ നൽകണം, ഇത്രയും ക്രൂരകൃത്യം ചെയ്ത ഈ സ്ത്രീയെ പുറത്തിറക്കാൻ വേണ്ട അന്ത്യചർച്ചകൾ നടത്തിയേനെ. എന്തെല്ലാം കാര്യങ്ങൾ ഇവർ ഇവിടെ ഈ ഒരാഴ്ച മനുഷ്യന് മനസ്സമാധാനം കിട്ടാത്ത രീതിയിൽ ഈ സ്ത്രീയുടെ ഇവർ ജനിച്ച അന്ന് മുതൽ ഏത് ആശുപത്രിയിലാണ് പ്രസവിച്ചത് അന്ന് മുതൽ ഇവർ ഈ കൊല്ലുന്നത് വരെയുള്ള ചരിത്രം മുഴുവൻ ഇവർ എപ്പിസോഡാക്കി ഇറക്കിയേനെ. ഇതിപ്പോ യമനിലായതുകൊണ്ടും കുറച്ച് റീച്ച് കിട്ടുമെന്നുള്ളത് കൊണ്ടും നിമിഷപ്രിയയുടെ കുറ്റം നിമിഷപ്രിയ ചെയ്ത കുറ്റം ഇവരങ്ങ് മായ്ക്കപ്പെടുകയാണ്, മാച്ചു കളയുകയാണ്. ഇപ്പോൾ കാന്തപുരം ഇടപെട്ടാലും മതപണ്ഡിതന്മാർ ഇടപെടുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിലൊരു ഒരു മനുഷ്യനോട് മനുഷ്യത്വം കാണിക്കുന്നത് ഏറ്റവും നല്ല. വധശിക്ഷ ഒരിക്കലും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഈ യമനിലേക്ക് സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂരമായ ശിക്ഷയാണ് അവർ നടപ്പിലാക്കുന്നത്. കല്ലെറിഞ്ഞ് കൊല്ലുക, വെട്ടിനുറുക്കി കൊലപ്പെടുത്തുക, വെടിവെച്ച് കൊലപ്പെടുത്തുക, ഇതൊക്കെ നമ്മുടെ ഒരു പൗരനെ ഇത്തരത്തിൽ മൃഗീയമായി കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചാൽ നമുക്ക് കൂടെ വേദനയുള്ള കാര്യം തന്നെയാണ്. പക്ഷേ വാദിക്കുമ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തേക്ക് വാദിക്കണം. നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ അല്ലാത്തത് കൊണ്ട് അയാളെ എന്തും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇടപെട്ട് നമ്മളെ സ്വതന്ത്രയാക്കുമെന്നുള്ള ഒരു സന്ദേശം ഇതിലൂടെ ആരും നൽകരുത്. അത്തരത്തിലുള്ള ഒരു സന്ദേശം ഇതിലൂടെ ആരും നൽകരുത് എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു രാജ്യത്ത് പോയി നമുക്കൊരാളെ കൊല്ലാം, എന്നിട്ട് മാധ്യമങ്ങളിലൂടെ നമുക്ക് വേണ്ടി പണം പിരിക്കാം, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ രക്ഷിക്കാനുള്ള ഇടപെടലുകൾ സർക്കാരുകൾ നടത്തും, അല്ലെങ്കിൽ ഏതെങ്കിലും മതപണ്ഡിതന്മാർ നടത്തും എന്നൊക്കെ പറയുന്ന ഒരു വൃത്തികെട്ട സന്ദേശം പ്രചരിപ്പിക്കാനായി ആരും ശ്രമിക്കരുത്. നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിപ്പോ നിമിഷപ്രിയല്ല, ആരാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പിന്നെ ഇവിടെ കോടതി ചോദിച്ച കാര്യങ്ങളും കൃത്യമാണ്. പിന്നെ നമ്മുടെ ഒരു സഹോദരിയാണ്, ആ സഹോദരി അന്യരാജ്യത്ത് കിടന്ന് മരിക്കരുത് എന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രം അതിൽ ഇടപെടലുകൾ ആര് നടത്തിയാലും, അതിപ്പോ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് നേതൃത്വം നൽകുന്നവർ തന്നെ പറയുന്നു, ഇതിൽ കാന്തപുരത്തിന്റെ പേര് പോലും അവർ ഒരു തടത്തിലും പരാമർശിച്ചിട്ടില്ല. അപ്പോൾ മാത്രമല്ല, കാന്തപുരം ഇടപെട്ടു എങ്കിൽ തലാലിന്റെ കുടുംബമാണ് അതാദ്യം പറയേണ്ടത്. ഇത്തരത്തിൽ ഒരാൾ സംസാരിച്ചു, അയാളുടെ പോസ്റ്റിൽ കാന്തപുരത്തിന്റെ പേര് പോലും പറയുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിൽ ഇടപെടലുകൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അത് സ്വീകാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും കൊലപാതകി തന്നെയാണ്, അതിലൊരു മാറ്റവും ഇല്ല.